ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആക്രമണത്തിൽ ഇറാനിൻ്റെ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടതായിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് ഔദ്യോഗികമായിട്ട് ഇദ്ദേഹം വധിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഇറാനിലെ തന്നെ ഫാരിസ് ന്യൂസ് ഏജൻസി, അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഏജൻസിയാണ്, ന്യൂസ് ഏജൻസിയാണ്. അവർ പറയുന്നതനുസരിച്ച് ഈ പരമോന്നത നേതാവിൻ്റെ മകളും അതുപോലെ തന്നെ കൊച്ചുമകളും തൻ്റെ മകൻ്റെ ഭാര്യയും അടക്കം 3 ആളുകൾ ഈ ഒരു ആക്രമണത്തിൽ വധിക്കപ്പെട്ടതായിട്ട് ഇറാൻ ശരിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആക്രമണ സമയത്ത് ഖത്തർ, ബഹ്റൈൻ എന്നീ അറബ് രാജ്യങ്ങൾക്ക് നേരെ ശക്തമായ രീതിയിൽ തന്നെ മിസൈൽ ആക്രമണം ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം അമേരിക്കയുടെ GCCയിലുള്ള സൈനിക ബേസിൽ ഏറ്റവും വലിയ സൈനിക ബേസാണ് ഖത്തറിൽ നിലനിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറിനിടെ 18ഓളം തവണയാണ് ഖത്തറിലേക്ക് മാത്രം ഇറാൻ ഈ ഒരു മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ദുബായ്, അതുപോലെ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലേക്കും ആക്രമണം നടത്തുകയും അവിടുത്തെ എയർപോർട്ടുകളിലൊക്കെ ആളപായമില്ലെങ്കിലും പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടും അവിടുത്തെ ഗവൺമെൻറ് പറയുന്നുണ്ട്. ഖത്തറിലുള്ള ആളുകളോട് അവിടുത്തെ സൈനികരും അതുപോലെ തന്നെ ഗവൺമെൻറ് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അകത്ത് അഥവാ അവരുടെ താമസ സ്ഥലങ്ങളിൽ തന്നെ തങ്ങി നിൽക്കുക എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അൽ ജസീറ പുറത്തുവിടുന്ന വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതിനകം ട്രംപ് പറഞ്ഞത് ഇറാൻ യാതൊരു തരത്തിലുള്ള ആണവായുധങ്ങളും കൈവശം ഇപ്പോൾ വെക്കുന്നില്ല എന്നാണ്. കാരണം ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല എന്നുള്ള തരത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഇനി ഇതൊരു പക്ഷേ ഇറാനെ ചൊടിപ്പിക്കുമോ, അതല്ലെങ്കിൽ അവർ ആ ഒരു ആണവായുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യവും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ സംഗതി വളരെ അധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തെ താഴെ ഇറക്കുകയും അവിടുത്തെ ജനങ്ങളോട് ട്രംപ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വരും തലമുറയെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് ഞങ്ങൾക്ക് മുമ്പിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഗവൺമെൻറ്റിനെതിരെ ആളുകളെ തിരിച്ചുവിടുന്ന ഒരു തരത്തിലാണ് ട്രംപിൻ്റെ പ്രസ്താവനകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും നിലവിലെ ഇറാൻ ഭരണകൂടത്തെ ചൊടിപ്പിക്കുകയും അവർ അതിന് തക്കതായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്കിതിൽ മനസ്സിലാവുന്നത്. മാത്രമല്ല ഇത്രയും കാലം പല ചർച്ചകൾ നടന്നെങ്കിലും ഇറാൻ അവരുടെ ആ ഒരു നിലപാടിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നൊരു തരത്തിൽ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. കാരണം ഇന്നലെ അമേരിക്ക ഇസ്രായേൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാൻ മറുപടി നൽകിയതായിട്ട് നാം എല്ലാവരും കണ്ടതാണ്. പല അറബ് രാജ്യങ്ങൾക്കെതിരെയും മിസൈൽ ആക്രമണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് വളരെ ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ട് ന്യൂസ് ചാനലിൽ വന്ന് പറയുന്നത്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം വരുന്നത് വരെ ലോകം വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്ത കൂടിയാണിത്. എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.